want to bring something today. ആമേൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേകമായ ചിന്ത വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Claiming your Canaan. നിങ്ങളുടെ കനാനിനെ നിങ്ങൾ അവകാശമാക്കുക. Claiming your promises. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക. One of the important things that we have forgotten in our life. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വസ്തുത നാം മറന്നുപോയിരിക്കുന്നു. We have almost gone to negative part in claiming what God has already assured. ആമേൻ. ദൈവം ഉറപ്പാക്കിയ വസ്തുത നാം അതിന്റെ നെഗറ്റീവ് പാർട്ടിലേക്ക് നാം അതിലേക്ക് പോയി തിരിഞ്ഞിരിക്കുന്നു. You know, in our busy schedule, നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ we have forgotten that God has promised something better for us. ആമേൻ. നമുക്ക് ഉത്തമമായത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നാം മറന്നുപോയിരിക്കുന്നു. God's promises are yes and amen. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്നാണ്. Absolutely. തീർച്ചയായിട്ടും. But there is something very different in those people who see the promises being fulfilled. ആമേൻ. വാഗ്ദത്തങ്ങൾ നിറവേറ്റി കാണുന്നവരിൽ ജീവിതത്തിലും ചില പ്രാധാന്യതകളും പ്രത്യേകതകളുമുണ്ട്. See, in Old Testament, പഴയ നിയമത്തിൽ the whole Israelites had their promises. ഇസ്രായേൽ ജനത്തിന് മുഴുവനായി അവർക്കൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. Lakhs of people came out of Egypt. ആമേൻ. ലക്ഷക്കണക്കിന് ജനം അവർ മിസ്രൈം വിട്ട് They പുറപ്പെടുവാനിടയായി. all had promises. അവർക്കെല്ലാവർക്കും അത് വാഗ്ദത്തം ഉണ്ടായിരുന്നു. God's promises was for everybody. ആ എല്ലാ ജനത്തിനുമായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം. But only few people received that promise. പക്ഷേ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് പ്രാപിക്കുവാൻ കഴിഞ്ഞു. Promises was for everybody. ആ വാഗ്ദത്തം എല്ലാവർക്കുമായിരുന്നു. But mainly I would say Joshua or Caleb and few numbers, they could achieve or they could claim or they could enter into the promises. ആമേൻ. ഒരുപാട് പേർക്ക് വാഗ്ദത്തം ലഭിച്ചെങ്കിലും യോശുവയ്ക്കും കാലേബിനും ചുരുക്കം ചിലർക്ക് മാത്രമേ അത് പ്രാപിക്കുവാനോ അല്ലെങ്കിൽ ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനോ കഴിഞ്ഞുള്ളൂ. I want to tell the church today, ഇന്ന് സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, we have promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. Remember, I want to remind you about that today. ആമേൻ. അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. don't want you to sit with a negative attitude. ആമേൻ. ഇന്നൊരു നെഗറ്റീവായിട്ടുള്ള ചിന്തയുമായി നിങ്ങൾ ഇരിക്കരുത്. Be very positive. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ That your ചിന്തിക്കുക. God is able to do what God has promised. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ ശക്തനെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. The one who has promised, if he is faithful. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ഇന്ന് ദൂതാ പറയുന്നത്. In the spirit I'm sharing this word with you. ഒരു so called sermon അല്ല ഞാൻ സംസാരിക്കുന്നത്. This is not a so called sermon. പക്ഷേ പ്രവചനാത്മാവിലാണ് ഇന്ന് ഈ സംസാരിക്കുന്നത്. But I'm speaking in a prophetic language. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറിപ്പോയിട്ടില്ല. I mean, the promises that God has spoken over our lives have never passed away. വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. None of those promises have changed. പക്ഷേ ഇന്ന് ദൈവജനം മനസ്സിലാക്കണം. But today the people of God should understand. വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് വെറുതെ ഇരിക്കല്ലേ. You shouldn't be sitting idle after hearing all these ചില promises. കാര്യം ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഹ്വാനം നൽകി തരുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒന്ന് എഴുന്നേൽക്കണം. I mean, we need to rise up when the Holy Spirit is moving in us to do certain things for our promise. What was very different in Caleb than other people? മറ്റ് ജനങ്ങളെക്കാളും കാലേബിന്റെ ജീവിതത്തിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? I want to bring at least 4 important things. 4 പ്രാധാന്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1, ഒന്നാമതായി, promises are for everybody. ആമേൻ, വാഗ്ദത്തങ്ങൾ സകലർക്കുമുണ്ട്. But when the promises comes, ആമേൻ, പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ വരുമ്പോൾ God is looking upon our commitment. നമ്മുടെ സമർപ്പണം കൂടി ദൈവം നോക്കുന്നുണ്ട്. So today's portion will be from Joshua chapter 14. ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം 14 അധ്യായത്തിലായിരിക്കും. Because many people think that I don't speak from Old Testament. ആമേൻ. ഒരുപാട് പേര് ചിന്തിക്കുന്നത് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നില്ലെന്നാണ്. I love Old Testament. ഞാൻ പഴയ നിയമവും ഇഷ്ടപ്പെടുന്നു. Yes, I love New Testament പുതിയ also. നിയമവും ഞാൻ ഇഷ്ടപ്പെടുന്നു. But New Testament is more revelatory for us. ആമേൻ. പക്ഷേ പുതിയ നിയമം നമുക്ക് കൂടുതലും വെളിപ്പാടുകളാണ് നൽകി തരുന്നത്. But just to take you all towards the Old Testament to tell how the promises started, and I will pitch into the New Testament. ആമേൻ. പഴയ നിയമത്തിൽ കൂടെ എപ്രകാരമാണ് വാഗ്ദത്തങ്ങളൊക്കെ വന്നു ചേർന്നത്, പിന്നെ പുതിയ നിയമത്തിൽ അതിന്റെ പ്രായോഗികമായ രീതിയിലും ചിന്തിക്കാം. You know, there is a thing called window shopping. ആമേൻ. വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. Window shopping. ആമേൻ. വിൻഡോ ഷോപ്പിംഗ്. We will go and do the window shopping. ആമേൻ. നാം പോയി ഇപ്രകാരം വിൻഡോ ഷോപ്പിംഗ് ചെയ്യും. You know, we feel like good, we will do that. ആമേൻ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അത് ചെയ്യും. It's up to us. Okay, this I don't want, let me have this. ആമേൻ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊന്നും തിരഞ്ഞെടുക്കുന്നു. But I want to tell you, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, God's promises are not like window shopping. ആമേൻ, നാം വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്ന പോലെയല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ.
God's promises are wholesale thing. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഹോൾസെയിൽ ആയിട്ട് ലഭിക്കും. Anybody who believes, ആമേൻ, വിശ്വസിക്കുന്ന ഏവർക്കും God will provide you that. ആമേൻ, ദൈവം അത് നൽകി തരുവാൻ Can I വിശ്വസിക്കുന്നു. get a good amen? നല്ലൊരു ആമേൻ Come on, കേൾക്കാമോ? would you open your mouth? ആദരങ്ങളെ തുറന്നു ആമേൻ And പറയുവാൻ by കഴിയുമോ? faith, before even we jump into this ആ message, സന്ദേശത്തെ കയറുന്നതിന് മുമ്പ് തന്നെ Would you lift your hands for a minute? ആ കരങ്ങളൊക്കെ ഒരു നിമിഷം ഒന്ന് can ഉയർത്തിക്കൊണ്ട് you say that, Lord, speak to my heart? ദൈവമേ എന്റെ ഹൃദയത്തോട് സംസാരിക്കണം. എത്ര പേർക്ക് പറയാൻ Ignite my കഴിയും? heart. Ignite my heart. ആമേൻ. ദൈവമേ എന്റെ ഹൃദയത്തെ ഒന്ന് ജ്വലിപ്പിക്കണമേ. Ignite my heart. എന്റെ ഹൃദയത്തെ ഒന്ന് ജ്വലിപ്പിക്കണമേ. Amen. ആമേൻ. All right, the first thing is commitment. ഒന്നാമത്തേത് സമർപ്പണമാണ്. Let's read Joshua chapter 14 verse 8 and 9. ആമേൻ. യോശുവയുടെ പുസ്തകം 14ന്റെ 8ഉം 9ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. If you can all read with me together. ആമേൻ. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് വായിക്കാമെങ്കിൽ. Okay, nevertheless, can you go a little louder? ഉറക്കെ നമുക്ക് ചേർന്ന് വായിക്കാം. Nevertheless, my brethren who went up with me made the heart of the people melt, but I wholly followed the Lord. Caleb is saying this, huh? I wholly followed the Lord my God. So Moses swore on that day, saying, surely the land where your foot has trodden shall be your inheritance and your children's forever, because you have wholly followed the Lord my God. One of the important things that God looks in our life, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും പരമപ്രാധാന്യമായി ശ്രദ്ധിക്കുന്ന ഒരു വിഷയം ഇതാണ്. how much intensely we follow God. നാം എത്രത്തോളം ആകാംക്ഷയുടെ ദൈവത്തോട് പിൻഗമിക്കും. In our busy life, നമ്മുടെ ഈ തിരക്കേറിയ so ജീവിതത്തിൽ many things are happening around. ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. We hear so many voices. ആമേൻ. ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കും. There's so many advices. ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കും. Many people come and talk many things. ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ വന്ന് But സംസാരിക്കാറുണ്ട്. I want to let you know, പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. every child of God, എല്ലാ ദൈവമക്കളും if God has given us a promise, ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ God is looking for a commitment. ദൈവം അതിലൊരു സമർപ്പണം God നോക്കുന്നുണ്ട്. is looking for a commitment. നമുക്ക് സമർപ്പണമുണ്ടോ എന്ന് ദൈവം The നോക്കുന്നുണ്ട്. next verse, go to the next അടുത്ത verse. വാക്യം നമുക്ക് നോക്കിയാലോ. Go to the next one. No, let's read together. No one. Luke 9:62 says, no one who puts his hand to the plow and looks back is fit for the kingdom of God. Amen. What is that in Malayalam? അലപ്പയ്ക്ക് കൈവച്ച ശേഷം ആ. പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. Yeah, if we can go back the same verse also, Joshua's word, chapter 14 verse 8 and 9. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ആ. ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. Yes. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. Thank you. Thank you. The very first thing is this. ഒന്നാമത്തെ പ്രാധാന്യപ്പെട്ട കാര്യം ഇതാണ്. The biggest hindrance is this. ഏറ്റവും വലിയ തടസ്സവും ഇത് തന്നെയാണ്. There will be so many people around you നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും. who will melt your heart, നമ്മുടെ ഹൃദയം ഉരുക്കി കളയുക. who will take you away from promises, വാഗ്ദത്തത്തിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റി who will കളയുവാൻ. put all the negative things in your ഒരുപാട് mind. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പകരും. Amen. Amen. That it will cause you to forget your promises. ആമേൻ. ഈ വാഗ്ദത്തങ്ങളെ മറന്നുകളയത്തക്കവണ്ണം പോലും നമ്മളെ ആക്കി തീർക്കും. ജീവിതത്തിലെ തിരക്കിന്റെ മധ്യത്തിൽ In the midst of all the busy life, പല വോയിസുകൾ കേൾക്കുമ്പോൾ when you hear all sorts of നിങ്ങൾ voices, സൂക്ഷിച്ച് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. I mean, there is something that you need to watch നിങ്ങൾ out. ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? Whose voices are you paying attention പിശാച് to? പല തന്ത്രങ്ങൾ മെനയുമ്പോൾ, Even when the devil plans many പല schemes, നെഗറ്റീവ് വോയിസുകൾ വരുമ്പോൾ, when he brings all sorts of negative voices, നടക്കുമോ എന്ന് പോലും ചിന്തിക്കുമ്പോൾ, when you think that will it even happen? നിങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് തയ്യാറായി നിൽക്കുമ്പോഴായിരിക്കും. I mean, maybe it is time when you have prayed and prepared നിങ്ങൾ for it. ഉപവസിച്ചിരിക്കുന്ന സമയമായിരിക്കും. Maybe it is time when you have fasted for it. ആരൊക്കെയോ എവിടൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. Oh, someone will call you and say something about it. പലരും നിങ്ങളുടെ ഹൃദയത്തെ ഉരുക്കി കളയുമ്പോൾ, I mean, many people will try to melt your heart. ഹൃദയത്തെ നിങ്ങളുടെ അകത്തുനിന്ന് വാഗ്ദത്തത്തെ മറക്കുന്ന നിലവാരത്തിൽ സംസാരങ്ങൾ വരുമ്പോൾ, And to a point that you will even forget the promises that God gave. ദൈവാത്മാവിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. In the spirit, let me remind you something. പൂർണ്ണ ഹൃദയത്തോട് അവനെ പിൻഗമിക്കുക. If you are willing to follow him with your whole heart, മറ്റേ വാക്കുകൾ കേൾക്കണ്ടാന്നേ. just leave aside all the other voices. ഭീഷണികൾ വരട്ടെ, Let all the voices arise. പ്രതികൂലങ്ങൾ വരട്ടെ, Let all the obstacles rise up against അന്ധകാരത്തിന്റെ you. മണ്ഡലങ്ങൾ വരട്ടെ.
വരട്ടെ. Let all the powers of darkness come ആൾക്കാർ against you. സംസാരിക്കട്ടെ. Let people talk പക്ഷേ against you. നിനക്കും നിന്റെ ദൈവമായിട്ട് ഒരു ബന്ധമുണ്ട്. But you and your God has a ദൈവം relationship. നിന്നെ നോക്കി ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. And if God has spoken a promise നീ over your വെറുതെ life, അല്ല നീ ഇറങ്ങിയത്. you didn't step out by നീ simply. കാൽ ചുവടുകൾ വെച്ചത്. I mean, you put your foot നിന്റെ ഓരോ forward, സ്റ്റെപ്പുകളെ നിർത്തിയത് and God has held ഈ each of your steps. വാഗ്ദത്തം ചെയ്തവനാ. I mean, it is the one who has given you അവൻ these വഴി promises. വിട്ടു പോകത്തില്ലെന്നേ. And he will never abandon you. അവൻ വഴി വിട്ടു പോകത്തില്ല. He will never forsake you. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. If you believe, can we just praise ഞാൻ God? ഇന്ന് പകൽക്കാലം ദൈവാത്മാവിലാ And പറയുന്നത്. this morning in the spirit I'm saying this. വാഗ്ദത്തം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, If you have forgotten about your നിന്നോട് പറഞ്ഞ promises, വാക്കുകൾ മറന്നു if you പോയിട്ടുണ്ടെങ്കിൽ, have forgotten the words that is spoken over വാഗ്ദത്തങ്ങൾക്ക് you, വിരുദ്ധമായി സാഹചര്യങ്ങൾ ഉയരുമ്പോൾ even when circumstances rise that is against those നാല് promises, ചുറ്റും നിൽക്കുന്ന ജനം പറയുവാ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, when the people all around you say that it will not happen, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും even if you had to stand all by yourself, അവരുടെ വാക്ക് നീ പറയല്ലേ. I mean, you don't have to say the അവരുടെ same words. നെഗറ്റീവ് വാക്ക് നിന്റെ നാവ് You കൊണ്ട് don't വരല്ലേ. have to repeat the same negative നിന്റെ words. നാവിനകത്ത് അവരുടെ നെഗറ്റീവ് വാക്ക് വരല്ലേ. On your tongue, do not take those നിന്റെ negative നാവിൽ words. ഒറ്റ വാക്കേ വരാവൂ. Only one word should come in your നിന്റെ mouth. ആര്യമനാഥനായ ദൈവം, Oh, your loving God, നിന്റെ കർത്താവ് your Christ. നിന്നെ നോക്കി ഒരു വാക്ക് And പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if he has spoken a word നിന്നെ over you, പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, if he has brought you out, നിന്നെ അവിടം വരെ എത്തിക്കുവാൻ ശക്തനായ he is ദൈവമാണ്. able to take you to the very വിശ്വസിക്കുന്ന end. കരങ്ങൾ തട്ടി Oh, ഒന്ന് ദൈവത്തെ Rabba സ്തോത്രം Shanta, ചെയ്യാൻ if you പറ്റുമോ? believe that, can we just put our hands Juraba together and start Shabalari worshiping God this Gadagasia. morning? Hallelujah. 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 You might hear lot of voices, ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കും. but can you be committed to the Lord? പക്ഷേ ഇന്നൊരു സമർപ്പണം ഉണ്ടാകാൻ കഴിയുമോ? If you have put a hand on the plow, ആമേൻ, നിങ്ങൾ കലപ്പയ്ക്ക് കൈവച്ചിട്ടുണ്ടെങ്കിൽ never look back. പിന്നെ തിരിഞ്ഞു നോക്കരുത്. Can I get a good amen? നല്ലൊരു Here? ആമേൻ കേൾക്കാമോ? I don't know to whom am I speaking, ഇന്ന് ആരോടാ സംസാരിക്കുന്നത് but the എനിക്കറിയില്ല. Spirit of the Lord is telling me, പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് I am പറയുകയാണ്. touching some of these hearts. ആമേൻ, ഞാൻ ചില ഹൃദയങ്ങളെ Some of you have സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. become so cold. ആമേൻ, ചിലരൊക്കെ വളരെ തണുത്തു പോയിരിക്കുന്നു. You are so sad. ആമേൻ, വളരെ You are വിഷമിച്ചിരിക്കുന്നു. emotionally down. നിങ്ങൾ വൈകാരികമായി But the Spirit താഴ്ചയിലാണ്. of the Lord says, പക്ഷേ പരിശുദ്ധാത്മാവിനെ വിളിച്ചു I am പറയുന്നത്, your God. ഞാനാകുന്നു നിങ്ങളുടെ These ദൈവം. people are not your God. ഈ മനുഷ്യരല്ല നിങ്ങളുടെ ദൈവം. These sayers are not your God. ആമേൻ, ഈ പറയുന്നവരൊന്നുമല്ല നിങ്ങളുടെ ദൈവം. Government is not your God. ഗവൺമെന്റ് അല്ല നിങ്ങളുടെ ദൈവം. Law is not your God. നിയമമല്ല നിങ്ങളുടെ Your ദൈവം. God is bigger than everything. ആമേൻ, ഇതിലും Somebody, can you ശ്രേഷ്ഠമേറിയതാണ് believe നിങ്ങളുടെ ദൈവം. this? എത്ര പേർക്ക് Somebody, വിശ്വസിക്കാം? can you believe this? എത്ര പേർക്ക് വിശ്വസിക്കാൻ Let കഴിയും? people talk whatever they want to ജനം talk. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. Let people talk whatever they want to talk. അവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. Let crowds say anything they want to ജനം talk. എന്ത് തന്നെ വിളിച്ചു But പറഞ്ഞോട്ടെ. I believe in my പക്ഷെ God. ഞാൻ എന്റെ ദൈവത്തിൽ Like വിശ്വസിക്കാം. Caleb, like Caleb. കാലേബിനെ പോലെ, Like Caleb. കാലേബിനെ പോലെ, Like Caleb. കാലേബിനെ പോലെ, I am not going to listen to ഞാൻ anybody. മറ്റുള്ളവരുടെ വാക്കുകളല്ല I am going to ശ്രദ്ധിക്കുന്നത്. listen what God told me. ദൈവം എന്താണോ പറഞ്ഞ അതായിരിക്കും ഞാൻ Hey, കേൾക്കുന്നത്. are you listening me എന്നെ today? ശ്രദ്ധിക്കുന്നുണ്ടോ? Are you listening me എന്നെ today? ശ്രദ്ധിക്കുന്നുണ്ടോ? Can you lift your hands and say നിങ്ങളുടെ thank you, കരങ്ങളൊന്ന് Lord? ഉയർത്തി ദൈവത്തോട് നന്ദി Say പറയാൻ thank you, കഴിയുമോ? Lord. Thank you, Lord. I Hallelujah. know the Spirit of the Lord is speaking to some people here. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടോ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. Because there is a negative wall that has been lifted up against you. ആമേൻ, നിങ്ങൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവ് There മതിൽ is a കെട്ടുകൾ stronghold പണിതുവെച്ചിട്ടുണ്ട്. of negativity that has been erected against you. ആമേൻ, നിങ്ങൾക്കെതിരായിട്ട് നെഗറ്റിവിറ്റിയുടെ ഒരു വലിയൊരു അടിസ്ഥാനം തന്നെ പണിതിട്ടുണ്ട്. Let praises rise up. ആമേൻ, എന്ത് വേണ കഷ്ടത Let ഉയർന്നോട്ടെ. praises rise up. ആമേൻ, പക്ഷേ അതിൽ നിങ്ങളുടെ സ്തോത്രം, സ്തോത്രങ്ങൾ സ്തുതികൾ ഉയരട്ടെ ഒന്ന്. let your praises and worship സ്തോത്രങ്ങൾ start സ്തുതികൾ rising. ഉയരട്ടെ ഒന്ന്. ആമേൻ, let your sound of praises എത്ര rise. മതിൽക്കെട്ടാണെങ്കിലും, No matter how big is those എത്ര walls, ഉയർന്ന no matter മതിൽക്കെട്ടായെങ്കിലും, how big those walls are, യെരിഹോ പോലത്തെ മതിൽക്കെട്ട് no വരട്ടെ, matter how big is similar to എല്ലാ Jer- കോട്ടകൾ വരട്ടെ, I mean, let those നിന്റെ strongholds മേൽ rise up. വ്യാപരിക്കുന്ന ഒരു But അഭിഷേകമുണ്ടല്ലോ, there is an anointing that is in നിന്റെ you. മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുണ്ട്. Oh, there is a grace that is എല്ലാ over you. കോട്ടകളെ തകർക്കുവാൻ ശക്തനായ ഒരു ദൈവം നിന്നോടൊപ്പം ഉണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ തൂതു പറയട്ടെ. Amen. I want to convey this, that there is a greater God with a greater anointing that is moving in you. Thank you, Lord. Amen. The very first thing is commitment. ഒന്നാമത്തേത് സമർപ്പണമാണ്. You know, commitment requires a lot of faith. ആമേൻ, ഈ സമർപ്പണത്തിന് ഒരുപാട് വിശ്വാസം ആവശ്യമാണ്. Heard about Julius Caesar once, you know, arriving in Britain. ആമേൻ, യൂലിയസ് സീസർ ഒരിക്കൽ ബ്രിട്ടനിൽ വന്നപ്പോൾ He had to do something. ആമേൻ, അവിടെ ചില കാര്യങ്ങൾ ചെയ്യണം. There were people who would come and say, you know, are we really, when are we going back? എപ്പോഴാണ് നാം തിരിച്ചു പോകുന്നത്? We came here, but when are we going back? നാം ഇവിടെ വന്നു, ഇനി എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. He burned down the ship. ആമേൻ, ആ കപ്പല് എന്നെ കത്തിച്ചോളവരാണ്. देखो अब कौन जाता बोले वापस. Now let us see who goes back.
Sometimes we have to burn these ships where you are holding on for options. No option. God says, I will do, means I will do. ആമേൻ. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. മുമ്പോ പിന്നോട്ട് പിടിച്ചു മാറ്റുന്ന സകലതും കത്തിച്ചു For കളയുക. Christians, no plan B. ആമേൻ. ക്രിസ്ത്യാനികൾക്ക് ഒരു For രണ്ടാമത്തെ a ഒരു believer, no plan B. ഒരു ദൈവമക്കൾക്ക് പ്ലാൻ It's ബി only ഇല്ല. plan A. പ്ലാൻ എ And മാത്രമേ ഉള്ളൂ. if the plan A is God's plan, ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയാ പ്ലാൻ എ എങ്കിൽ plan B ന്റെ ആവശ്യം വരത്തില്ല. ആമേൻ. there is no need for a plan B. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? Number 2. ആമേൻ. രണ്ടാമതായി The second thing that Caleb had, ആമേൻ കാലേബിനുള്ള രണ്ടാമത്തെ വസ്തുത that was the confidence in the Lord. ആമേൻ ദൈവത്തിലുള്ള ഒരു Let's ആത്മവിശ്വാസമായിരുന്നു. read 14 verse 10 and 12. 10, 11, 12. 10 12 വാക്യം 10 മുതൽ Okay, can we read together? And now, oh, now Caleb. Now I want to, you know the story. That's why I didn't go over there. ആമേൻ. ഈ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് അധികം പറയാഞ്ഞേ. The confidence in Caleb is like now Caleb is 85 years old. ഇപ്പോൾ കാലേബിന് 85 വയസ്സുണ്ട്. ആത്മവിശ്വാസം ഒന്ന് കണ്ടേ. He came to the same place when he was 45. 45 വയസ്സുള്ള സമയത്ത് എവിടെയായിരുന്നോ അതേ സ്ഥലത്തേക്ക് മടങ്ങി വന്നിരിക്കുവാണ്. This guy, when actually came out of Egypt, ആമേൻ. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് he was a young adult. ആമേൻ ഒരു യൗവനക്കാരൻ, യങ് അഡൾട്ട് ആയിരുന്നു. He has seen everything. സകലതും കണ്ട ഒരു വ്യക്തിയാണ്. When they were in front of Red Sea, അവർ ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോൾ this guy was there. ഈ കാലേബും അവിടെ He ഉണ്ടായിരുന്നു. has seen the Red Sea being parted. ആമേൻ. ചെങ്കടൽ വിഭാഗിച്ചത് തന്റെ കണ്ണുകൊണ്ട് He കണ്ടിട്ടുണ്ട്. has walked over those dry land. ആ ഉണങ്ങിയ നിലത്തോട് കാലേബും നടന്നിട്ടുണ്ട്. He has seen water coming out of rock. ആമേൻ. പാറയിൽ നിന്ന് വെള്ളം വരുന്നത് കാലേബ് He കണ്ടിട്ടുണ്ട്. has seen manna coming down. ആമേൻ. മഞ്ഞ ആകാശത്തിൽ നിന്ന് വീഴുന്നത് He has കണ്ടിട്ടുണ്ട്. seen enemies getting scattered. ആമേൻ. ശത്രുക്കൾ പിൻവാങ്ങി പൊങ്ങുന്നത് He has കണ്ടിട്ടുണ്ട്. seen angels coming down. ദൂതന്മാർ ഇറങ്ങി വരുന്നത് He കണ്ടിട്ടുണ്ട്. has seen miracles. ആമേൻ. അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. When they were hungry, അവർ വിശന്നിരുന്നപ്പോൾ God had provided so many things. ആമേൻ ദൈവം ഒരുപാട് വസ്തുതകൾ അവർക്ക് നൽകി There were കൊടുത്തത് many others who saw this. ആമേൻ. ഇത് കണ്ട പലരും അനേകരും ഉണ്ടായിരുന്നു. But all those people, they lost their confidence. പക്ഷേ അവർക്കെല്ലാം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുവാനിടയായി. Caleb had a different spirit. പക്ഷേ കാലേബിന്റെ ഉള്ളിൽ മറ്റൊരു ആത്മാവായിരുന്നു. You know, he had the confidence. ആമേൻ. കാലേബിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം And ഉണ്ടായിരുന്നു. now what is it? He said, ഇപ്രകാരം these പറഞ്ഞു. 45 years, come on, these 45 years, ever since the Lord spoke this word to Moses while Israel, wandered in wilderness. everybody who knows to read, would you please help me? ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. Word to Moses while Israel wandered in the wilderness, and now here I am this day, 85 years old. As yet I am as strong this day as on the day that Moses sent me. Just as my strength was then, so now is my strength for war, both for going out and for coming in. The next way. Now therefore, Give me this mountain. oh, Amen. Hallelujah. now therefore, Give me this mountain. give me this mountain, of which the Lord spoke in that day. For you heard in that day how the Anakim were there, and that the cities were great and fortified. It may be that the Lord will be with me, and I shall be able to drive them out of the Lord, as the Lord said. Amen. 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 He's saying, when I heard this, I was 45. ഞാൻ ഇപ്രകാരം കാലേ പറയാം, ഞാൻ ഈ വാഗ്ദത്തം കേട്ടപ്പോൾ 45 Now വയസ്സായിരുന്നു. I am 85. ഇപ്പോൾ എനിക്ക് 85 വയസ്സുണ്ട്. He's not talking about his physical strength. ആമേൻ. ഇത് ശാരീരികമായ ആരോഗ്യത്തെ കുറിച്ചല്ല പറയുന്നത്. He's not counting his body's age. ആമേൻ. തന്റെ ശരീരത്തിന്റെ പ്രായത്തെ പോലും He's എണ്ണുന്നില്ല. also not regretting about this 45 ഈ years. 45 വർഷം ഓർത്തും താൻ വിഷമിക്കുന്നില്ല. ഒരു റിഗ്രറ്റും ഇല്ല. ആമേൻ. No regrets. ഒരു റിഗ്രറ്റും ഇല്ല. No regrets at all. 45 വർഷം മുമ്പേ പറഞ്ഞ ദൈവം ആമേൻ. The God who spoke 45 years back. എന്റെ 85ാമത്തെ വയസ്സിലും അവൻ നിറവേറ്റുവാൻ ശക്തനായ Oh, ദൈവം. even in my 85th year, God can fulfill it. ചില വാഗ്ദത്തങ്ങൾ ഓർത്തുന്ന കോൺഫിഡൻസ് Can പ്രാപിക്കാം. we receive those confidence that ഒന്ന് God has സ്തോത്രം spoken ചെയ്യാൻ to me? പറ്റുമോ എന്ന്? Can we just start praising ലൂസായ God? കോൺഫിഡൻസ് ഒക്കെ ഒന്ന് മാറട്ടെ. Every confidence that has been lost, can we just regain it നഷ്ടപ്പെട്ടു back? പോയ കോൺഫിഡൻസ് മടങ്ങി വരട്ടെ. That every lost confidence can come back. ജനത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത കോൺഫിഡൻസ് മടങ്ങി വരട്ടെ. I mean, the confidence that you can stand before people, can it പബ്ലിക്കിൽ return back? പ്രാർത്ഥിക്കാൻ പറ്റാത്ത കോൺഫിഡൻസ് മടങ്ങി I mean, വരട്ടെ. the confidence that you cannot
cannot pray publicly. പ്രസ്താവിക്കാൻ പറ്റാത്ത കോൺഫിഡൻസ് മടങ്ങി വരട്ടെ. I mean, the confidence that you cannot publicly declare. Because the confidence is not his self confidence. Amen. അത് തന്റെ സ്വയമേ ഉള്ള അവിശ്വാസമല്ല. It is a confidence in God. അത് ദൈവത്തിലുള്ള ഒരു He ആശ്രയമാണ്. knows one who has promised is Amen. something great. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ ഒരു വലിയവനെന്ന് കാലേബിന് So നന്നായി the അറിയാം. confidence comes from trusting the word. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ വാക്കുകളിൽ ആശ്രയിക്കുന്നതിലാണ് ആ Romans വിശ്വാസം വരുന്നത്. 10:17 says, റോമാലേഖനം 10:17 പറയുന്നു, faith comes by hearing, വിശ്വാസം കേൾവിയാലും and hearing by the word of God. കേൾവി ദൈവവചനത്താലും അത്രേ. Amen. Amen. വചനത്തിന് മുമ്പാകെ ഒന്ന് കോൺഫിഡൻസ് എടുക്കാൻ Can we പറ്റുമോ? have confidence before the word of God? ഒരു നിമിഷം ആ കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടച്ചു. Amen. Can we just close our eyes for a moment? ഒരു മിനിസ്ട്രി നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. Amen. Can we do a ministry over here? Can you claim your promises? ആമേൻ. നമ്മുടെ വാഗ്ദത്തങ്ങളെ Would you ഒന്ന് lift നമുക്ക് your hands വിളിക്കാൻ and claim your promises? ആ കരങ്ങളെ ഉയർത്തി വാഗ്ദത്തങ്ങളെ Say ഒന്ന് that I പിടിച്ചെടുക്കാൻ am കഴിയുമോ? confident in my Lord. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു What he എത്ര പേർക്ക് said പറയാൻ he കഴിയും? will fulfill. എന്നോട് പറഞ്ഞത് നിവർത്തിക്കുവാൻ What he said to ശക്തനത്രേ. me he will fulfill. എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ What നിവർത്തിക്കാൻ he said ശക്തനത്രേ. about my children he will എന്റെ fulfill. കുഞ്ഞുങ്ങളോട് പറഞ്ഞത് നിവർത്തിക്കത്ര What he ചെയ്യും. said about my career he will fulfill. എന്റെ കരിയറിനെ നോക്കി പറഞ്ഞത് നിവർത്തിക്കാൻ What he said ചെയ്യും. about my ministry he will fulfill. എന്റെ ശുശ്രൂഷയെ നോക്കി Come പറഞ്ഞത് on, somebody നിവർത്തിക്കാൻ need to lift ചെയ്യും. hands and say, എത്ര പേർക്ക് ആ കരങ്ങളെ ഉയർത്തി പറയുവാൻ Lord, കഴിയും? you are great. ദൈവമേ അങ്ങ് Lord, you are ശ്രേഷ്ഠനാകുന്നു. great. അങ്ങ് ശ്രേഷ്ഠനാകുന്നു. I want to tell you something. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Promises are still there. ആമേൻ. വാഗ്ദത്തങ്ങൾ ഇന്നുമുണ്ട്. You may not see anything. നിങ്ങൾ ഇന്നൊന്നും കാണുന്നില്ലായിരിക്കും. Maybe you are not seeing anything. ആമേൻ. ചിലപ്പോൾ ഒന്നും കാണുന്നില്ല. You wanted to see something tangible. ആമേൻ. നിങ്ങൾക്ക് സ്പർശിക്കുവാൻ പറ്റുന്ന ചിലതൊക്കെ കാണുവാൻ But I want to ആഗ്രഹിച്ചു. tell you, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. even if when you are not seeing, നിങ്ങൾ കാണാതിരിക്കുമ്പോഴും something God is working here. ദൈവം ചിലതൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ when I see these young people, ഞാൻ ഈ യൗവനക്കാരെ കാണുമ്പോൾ amen, one after another, ഒന്നിന് പുറകെ ഒന്നൊന്നായി God is touching them. ദൈവം ഓരോരുത്തരെ God is touching സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. them. ദൈവം ഓരോരുത്തരെ സ്പർശിക്കുകയാണ്. We may not see that. നാം എന്നത് കാണുന്നില്ലായിരിക്കും. God is trying to use them. ആമേൻ. ദൈവം അവരെയൊക്കെ ഉപയോഗിക്കുവാൻ But I want to ശ്രമിക്കുകയാണ്. commend the youth ministry ആമേൻ. today. ഇന്ന് ഞാൻ യൂത്ത് മിനിസ്ട്രി ഒന്ന് കമന്റ് ചെയ്ത് I want to പറയട്ടെ. tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു Even പറയട്ടെ. when you don't see tangible, ആമേൻ. നിങ്ങൾ സ്പർശന പറ്റുന്ന you ഒന്നും won't see any കണ്ടില്ലെങ്കിലും, response. ഒന്നും റെസ്പോണ്ടായി കാണുന്നില്ലെങ്കിലും, But can you see these signs? ആമേൻ, ഈ പ്രകാരം ചില ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട്, I want to encourage all the youth ministers. ആമേൻ, എല്ലാ യൂത്ത് മിനിസ്റ്ററോടും ഞാൻ പറയട്ടെ, God is working among you. ദൈവം അവരുടെ ഇടയിൽ God is പ്രവർത്തിക്കുന്നുണ്ട്. touching lives. ദൈവം ചില ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. God is touching lives. ദൈവം ചില ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. Middle school as the student ministry, ആമേൻ. സ്റ്റുഡന്റ് മിനിസ്ട്രി ചെയ്യുന്നവരോട് I പറയട്ടെ, can see God moving among your children. ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. Kids ministry, ആമേൻ. കിഡ്സ് മിനിസ്ട്രി I ചെയ്യുന്നവരോട് want to പറയട്ടെ, tell you something. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, God is preparing a generation. ആമേൻ, ഒരു തലമുറ ദൈവം I ഒരുക്കുകയാണ്. want you to be encouraged today. ആമേൻ. അത് ഓർത്ത് നിങ്ങൾ എൻകറേജ്ഡ് ആകുക. Even though you don't see anything else, നിങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിലും, but your ministry is powerful. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ വളരെ നിങ്ങളുടെ ശക്തിയേറിയതാണ്. ശുശ്രൂഷയ്ക്കകത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. Oh, in your ministry God is working in it. You know, enemy is trembling. ആമേൻ. ശത്രു അത് കണ്ട് Enemy knows ഭയപ്പെടുന്നുണ്ട്. he cannot cover this place. ആമേൻ. ശത്രുവിനെ അറിയാം ഇനി ഇവിടെ നിൽക്കുവാൻ കഴിയും. Church or God is leading our ministry. ആമേൻ. ദൈവം നമ്മുടെ ശുശ്രൂഷകളെ നയിക്കുന്നുണ്ട്. Amen. ആമേൻ. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കുവാൻ കഴിയുമോ? And remember, when faith comes from hearing, there is another thing. This faith requires steps to be taken. ആമേൻ. കേൾവിയാൽ വിശ്വാസം വരുമ്പോൾ ഈ വിശ്വാസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ചുവടുകൾ വെക്കണം. Faith requires actions. ആമേൻ. പ്രവൃത്തി ആവശ്യമാണ് ഈ James വിശ്വാസം. chapter 2 verse 26 says, യാക്കോബിന്റെ പുസ്തകം 2:26 പറയുന്നു, faith without work is dead. ആമേൻ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, Oh, I have great faith. പക്ഷെ എനിക്ക് സ്റ്റെപ്പ് എടുക്കാൻ Oh, but പറ്റുന്നില്ല. I cannot put some steps. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം ചെയ്യുമ്പോൾ ചെയ്തോട്ടെ. Oh, I have faith when God wants, let him do it. നമ്മുടെ എനർജി ലെവൽ മേളിൽ കയറിയിരിക്കണം കേട്ടോ. Oh, our energy should be on the top. നമ്മൾ പിടിച്ചടക്കും. Oh, we will conquer it. ദൈവം തന്നത് അവൻ പറഞ്ഞത് നമ്മൾ Oh, പിടിച്ചടക്കും. what God has promised and ഒന്ന് given, I വിശ്വാസം will വർദ്ധിക്കാൻ capture it. പറ്റുമല്ലോ, വിശ്വാസം വർദ്ധിക്കട്ടെ. Oh, let our faith be increased. Amen. Amen. പിശാച് ഒന്നിന്റെ പുറകെ ഒന്നായി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ Oh, when the devil does one after the other, നമ്മുടെ വിശ്വാസം പോലും തണുത്തു പോകുന്ന there സാഹചര്യത്തിൽ are times even when our faith gets ചില cold. വീരന്മാരെ ദൈവത്തിന് വേണം. God looking for warriors. കാലേബ് ഒരു വ്യത്യസ്തനായ Oh, മനുഷ്യനായിരുന്നു. Caleb was a different person. അവന്റെ അകത്ത് വേറൊരു ആത്മാവായിരുന്നു. Oh, there was a separate spirit അങ്ങനെ in him. വിട്ടുകൊടുക്കുന്നവനല്ലായിരുന്നു. He was not one that was willing to let go. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, In the spirit, let me just declare, ഉപവസിക്കേണ്ടടുത്ത് ഉപവസിക്കാം, you need to fast where you need to fast. പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കാം, You need to pray where you need to pray. ഘോഷിക്കേണ്ടടുത്ത് Where you ഘോഷിക്കാം, need to declare, you need to declare. ആരാധിക്കേണ്ടടുത്ത് Where you ആരാധിക്കാം. need to worship, you need to ചിലത്
ചിലതിനെ step. പിടിച്ചടക്കേണ്ട സമയം Oh, വന്നിരിക്കുന്നു. there is time for certain things that you need പിശാച് to പറ, conquer. പിശാചെ ഞാൻ വിട്ടു തരികയില്ല. You need to tell the devil, I will not let ദൈവം go. എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതെന്റെ അവകാശമത്രേ. What God has promised, it is my നിന്റെ promise. ശുശ്രൂഷയെ നോക്കിയവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ God has looked into your ministry and said certain ഏത് words. കൊടുങ്കാറ്റടിച്ചാലും No matter which storm hits on, ഏത് no കൊടുങ്കാറ്റടിച്ചാലും matter which storm hits നമ്മൾ on. അതിനെ അതിജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ Oh, if you believe that you will ഒന്ന് overcome it, സ്തോത്രം ചെയ്യാൻ പറ്റുമോ? can we just open up our mouth and start നാവുകൾ praising തുറന്ന് God? ദൈവത്തെ സ്തുതിക്കാൻ Can we just പറ്റുമോ? open up our mouth and ചില start young praising adults, it? some young adults, Amen. Young adults. some young adults, Young adults. God is talking to you. ദൈവം നിങ്ങളോട് Do സംസാരിക്കുകയാണ്. not give up when you see storms. ആമേൻ. നിങ്ങൾ കൊടുങ്കാറ്റ് കാണുമ്പോൾ വിട്ടുകളയരുത്. Do not give up when you see negative things. നെഗറ്റീവ് തിങ്സ് കാര്യങ്ങൾ കാണുമ്പോൾ Have നിങ്ങൾ വിട്ടുകളയരുത്. confidence in the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. Can I get a good നല്ലൊരു amen? ആമേൻ കേൾക്കാമോ? Number third, മൂന്നാമത്തെ വസ്തുത, what was different in Caleb? കാലേബിൽ എന്തായിരുന്നു വ്യത്യസ്തത? What took him to the promise? എന്താണ് കാലേബിനെ വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചത്? That was courage. ആമേൻ. കാലേബിന്റെ ആ ഒരു This courage. is not his personal courage. ആമേൻ. ഇത് തന്റെ സ്വയമേ ഉള്ള ധൈര്യമല്ലായിരുന്നു. See, in Christianity, ഈ ക്രിസ്ത്യാനിറ്റിയിൽ in the life of a believer, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ positive thinking and what do you say, be optimistic, these are all psychological parts. ആമേൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുക, ഇതെല്ലാം സൈക്കോളജിക്കലാണ്. That's psychology. അതെല്ലാം സൈക്കോളജിയാണ്. But their psychology is different, faith is different. ആമേൻ. വിശ്വാസം വ്യത്യസ്തമാണ്, സൈക്കോളജി വ്യത്യസ്തമാണ്. Our courage doesn't come because of the positive things. ആമേൻ. പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് Our ധൈര്യം courage ലഭിക്കുന്നത്. comes because there is a God. ആമേൻ. നമുക്കൊരു ദൈവമുണ്ട്, അതുകൊണ്ട് There നാം is a God. ധൈര്യപ്പെടും. There is a God. ഒരു ദൈവമുണ്ട്. കാലേബിന് ഒരു കാര്യം അറിയാം. Caleb knows one thing. ചെങ്കടൽ പിളർന്നപ്പോൾ ആമേൻ. When the Red Sea parted, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം അന്നുണ്ടായിരുന്നു. oh, there was a God who did the impossible possible. കാലേബ് കണ്ടിട്ടുണ്ട്. Caleb has seen it. പേരൻസ് ആടിനെ പിടിച്ച് അതിനെ ബലിയർപ്പണമൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് അതിന്റെ രക്തമൊക്കെ കിവാടത്തിലും ആ കട്ടളമേലൊക്കെ വെക്കുന്നത് കാലേബ് കണ്ടിട്ടുണ്ട്. Caleb has seen that his parents cut the lamb and poured the blood or smeared the blood on the doorpost. അന്ന് കാലേബ് ഒരു കാര്യം കൂടി കണ്ടു. And that same day Caleb also saw one thing. മരണദൂതൻ പറന്നു വന്നപ്പോൾ When the angel of death came, രക്തക്കോട്ട നിമിത്തം ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടതുണ്ട്. because of the blood covering they were all ഇന്ന് saved. ചിലരോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുവാ, Today to certain God is speaking. മരണദൂതം എത്ര വന്നോട്ടെ, Amen. Let even the ഈ angel of death come. രക്തക്കോട്ടയ്ക്കകത്ത് നീ സുരക്ഷിതമാണെന്ന്. Amen. You are covered in the നിന്റെ blood of the കുഞ്ഞ് Lamb. രക്തക്കോട്ടത്തിനകത്ത് Oh, your സുരക്ഷിതമാണെന്ന്. child is covered in നിന്റെ this blood. ജോലികൾ Your സുരക്ഷിതമാണെന്ന്. workplace is covered. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ If I say that in the spirit, പിശാച് എന്തും തൊടുത്തു വിട്ടോട്ടെ. Amen. Let the enemy do മരണദൂതൻ anything. നിന്റെ മുകളിൽ കൂടി പറന്നാലും Oh, even if the angel of അവൻ death നിന്റെ flies, കുടുംബത്തിനകത്ത് കയറത്തില്ലെന്നേ. it will not enter into your family. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ നിന്റെ മേൽ വ്യാപരിക്കത്തില്ല. Oh, the powers of darkness will not നിനക്ക് come near വേണ്ടി me. ചലിക്കുന്ന ഒരു ദൂതനുണ്ട്. Oh, because there is an angel that is moving for you. ഹല്ലേലൂയ. Hallelujah. എത്ര മരണദൂതൻ വന്നാലും, No matter how many of those എത്ര angels of death പിശാച come, തന്ത്രം no വന്നാലും, matter how many schemes of the നീ devil set അവനിൽ up, you സുരക്ഷിതമായിരിക്കുന്നു. are safe and secure നിന്റെ in him. കറേജ് അവിടുന്ന് വരുന്നത്. Your ധൈര്യം comes നിന്റെ from him. കറേജ് അവിടുന്ന് Your വരുന്നത്. courage comes from him. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Amen. Can you just praise God? Hallelujah. Hallelujah. My courage doesn't come with because I go to gym. ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ടല്ല എനിക്ക് ധൈര്യമുള്ളത്. My courage doesn't come because I have position. എനിക്ക് ഏതോ സ്ഥാനം ഉണ്ടായതുകൊണ്ടല്ല എനിക്ക് ധൈര്യമുള്ളത്. My courage doesn't come because I have as a name. ഓ, എനിക്കൊരു പേരും മേൽവിലാസം ഉണ്ടായതുകൊണ്ടല്ല My എനിക്ക് ധൈര്യം. courage doesn't come because I have a bank balance. ഒരു ബാങ്ക് ബാലൻസ് ഉള്ളതുകൊണ്ടല്ല എനിക്ക് ധൈര്യം My ഉണ്ടാകുന്നത്. courage comes from that God. ഓ, എന്റെ ധൈര്യം വരുന്നത് എന്റെ Caleb will ദൈവത്തിൽ say, നിന്നാണ്. I have seen that. ആമേൻ. കാലേബ് പറയും, ഞാൻ അത് കണ്ടിട്ടുണ്ട്. I have seen that. ഞാൻ അത് കണ്ടിട്ടുണ്ട്. I have seen when we were surrounded by enemy. ആമേൻ. ശത്രു ഞങ്ങൾക്ക് നാലുപാട് ചുറ്റിയപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. We have seen everybody were terrified. ആമേൻ. എല്ലാരും ഭയവേശരായപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. And then I have seen ഞാൻ അപ്പോൾ കണ്ടു the angels coming down ദൂതന്മാർ ഇറങ്ങി വരുന്നത് കണ്ടു. when we didn't have weapon, ഞങ്ങൾക്ക് ആയുധമില്ലാത്തപ്പോൾ, when we were not ready. ഞങ്ങൾ തയ്യാറെടുപ്പില്ലാത്തപ്പോൾ Angels fought for us. ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. Still that angel is here. ഇന്നും ആ ദൂതൻ നമുക്ക് Still വേണ്ടിയുണ്ട്. that angel is flying ഇന്നും here. ആ ദൂതൻ നമുക്ക് Some of വേണ്ടിയുണ്ട്. your battles are taken by God. ആമേൻ. ഇന്ന് ചിലരുടെ യുദ്ധങ്ങൾ ഒന്ന് യഹോവ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന്? ഏറ്റെടുക്കുകയാണ്. Can we just praise Come on, God for open that? up your mouth. അത്തരങ്ങളെ തുറന്നുകൊണ്ട് Set me free. ആമേൻ. നമ്മൾ Set me free. എന്നെ സ്വാതന്ത്ര്യമാക്കുക. Open your mouth. അത്തരങ്ങൾ തുറന്ന് Say to God, ദൈവത്തോട് വിളിച്ചു I പറ. trust you, God. ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. When enemy surrounds ആമേൻ. me, ശത്രു എനിക്ക് ചുറ്റുമ്പോൾ, when angel of death surrounds me, ആമേൻ, മരണദൂതൻ എന്റെ ചുറ്റും വളയുമ്പോൾ, looks like the angel of death is coming over me, ആമേൻ, എന്റെ മീതെ മരണദൂതൻ വരുമ്പോഴും I know എനിക്കറിയാം who holds my future. ആമേൻ, എന്റെ ഭാവി I സുരക്ഷിതമായി know where പിടിച്ചിരിക്കുന്നവനെ. I am strong. ആമേൻ, ഞാൻ എന്റെ ബലം എവിടാന്ന് എനിക്കറിയാം.
Hallelujah. Hallelujah. ആത്മനിറവുള്ള ദൈവമക്കൾ, Amen. Those who are filled with the Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ദൈവമക്കൾ, Those who are filled with the അക്കരങ്ങൾ Spirit. തട്ടി അത്ഭുത Can we ദൈവത്തെ just put our സ്തോത്രം hands ചെയ്തു. together and start Come praising on, God? receive the promises Amen. now. ആ വാഗ്ദത്തങ്ങളെ ഒന്ന് Receive the ഏറ്റെടുക്കാൻ promises കഴിയുമോ? now. ആ വാഗ്ദത്തങ്ങളെ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? Hallelujah. Say, I am as strong as then. ആമേൻ. ഞാൻ അന്നത്തെ പോലെ ഇന്നും ഞാൻ ശക്തനാണ്. There was a song that was going on here. I never told them what kind of message I'm preaching. ആമേൻ. ഞാൻ ഏത് സന്ദേശം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. But that song came in. പക്ഷേ ആ പാട്ട് വരുവാനിടയായി. You were powerful then. ആമേൻ. You're powerful now. അന്ന് അങ്ങ് ശക്തനായിരുന്നു, ഇന്നും അതേ You were ശക്തിയുണ്ട്. savior then. അന്ന് രക്ഷകനായിരുന്നു, You are savior now. ഇന്നും You are രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. healer then. അന്ന് രോഗ Today സൗഖ്യദായകനായിരുന്നു, also you are healer. ഇന്നും You are സൗഖ്യദായകനത്രേ. provider then. അന്ന് കരുതുന്നവനായിരുന്നു, You are provider ഇന്നും now. കരുതുന്നവനാണ്. Oh, your God is strong here. ആമേൻ. ഇന്നും ദൈവം ശക്തനാണ്. Hallelujah. Hallelujah. ആകാശവും ഭൂമി Even മാറിപ്പോയാലും though the heaven and earth pass away, അവന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും oh, his വരത്തില്ല. words will never അവൻ change. അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ If he has done that, ഇന്നും ചെയ്യുവാൻ ശക്തനാ. he is faithful to do even അന്നും today. കാട പക്ഷികളെ I mean, അയക്കാമെങ്കിൽ, if he can send the birds back അന്നും there, ദൂതന്മാരെ ഇറക്കാമെങ്കിൽ, oh, if he can send the angels back അന്നും there, മന്ന if he പൊഴിക്കാമെങ്കിൽ, can send manna back ഇന്നും there, നമുക്ക് വേണ്ടി ശരിയാക്കാൻ ആ ദൈവം ശക്തനായ oh, he ദൈവമാണ്. is able to do greater things even ഒന്ന് today. സ്തോത്രം ചെയ്യാൻ Can പറ്റുന്ന we just ദൈവം. open up our mouth and praise God? Hallelujah. Hallelujah. The courage. ആമേൻ. ആ ധൈര്യം. You know, Second Timothy, I want you to see, first we need to overcome this grasshopper mentality. ആമേൻ. ഈ വെട്ടുക്കിളിയുടെ ചിന്താഗതി നമ്മൾ എടുത്തു മാറ്റണം. Yeah. Grasshopper mentality. You know what is that? എന്താണ് ഈ ചിന്താഗതി എന്ന് അറിയാമോ? Everybody who was surrounded to Caleb. ആമേൻ. കാലേബിന്റെ ചുറ്റുമുള്ളവര്, You remember 45 years back. 45 വർഷം മുമ്പേ, Everybody who were with them. ആമേൻ, അവരോടൊപ്പം ഉണ്ടായിരുന്ന സകലരും What did they say? അവരെന്താണ് പറഞ്ഞത്? We are like grasshoppers before them. ആമേൻ. അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒരു വെട്ടുക്കിളികളെ പോലെയായിരുന്നു. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ. ആമേൻ. We all say that. നമ്മളത് പറയാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. I mean, we all say that in between. ഞങ്ങൾ പുഴുവാണ്, We are just like worms. കൃമിയാണ്. We are just like creepers. Grasshopper mentality has to go. ആമേൻ. ഈ ഒരു ചിന്താഗതി വെട്ടുക്കിളിയുടെ ഒരു ചിന്താഗതി. സമയത്തായിരുന്നു അതൊക്കെ. Oh, it was only once. Today we are the children of God. ഇന്ന് നാം ദൈവ മക്കളായി Today we തീർന്നിരിക്കുന്നു. are the children of God. ഇന്ന് നാം ദൈവ മക്കളായി തീർന്നിരിക്കുകയാണ്. Packed and completely purified by the blood of Jesus ആമേൻ. Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യരക്തത്താൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ നമ്മളെ പറ്റുമോ? ശുദ്ധീകരിച്ചവരാണ്. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we just പറ്റുമോ? praise God? ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മളെ God നിറച്ചിട്ടുണ്ട്. has filled us with his anointing. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. And the Holy Spirit is with us. And I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു 2 പറയട്ടെ. Timothy 1:7 says, 2 തിമോത്തിയോസ് 1:7 we പറയുന്നു. all need to say this. ആമേൻ. നാം ഒരുമിച്ച് ചേർന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കാം ആദ്യം. ആമേൻ. Can we just read it in 2 Malayalam? Timothy 1:7. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആഹാ. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് God തന്നത്. has not given us a spirit of fear. ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. Come on church. ആമേൻ. ഭീരത്വം ദൈവം നൽകി തന്നതല്ല. ആമേൻ. Spirit of fear is not what God has given. We are courageous people. ആമേൻ. നാം ധൈര്യമുള്ളവരാണ്. Amen. ആമേൻ. But of power, ശക്തിയുടെയും but of love, സ്നേഹത്തിന്റെയും but of sound mind. സുബോധത്തിന്റെയും. I want the church to know that. ഇന്ന് സഭ ഇതറിയണം. Amen. Amen. There is no place for fear in our life. നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന് ഇനി ഒരു സ്ഥാനമില്ല. Doctors എന്തും പറഞ്ഞോട്ടെ. Let the doctor say whatever they want. റിപ്പോർട്ടുകൾ എന്തും Let the വന്നോട്ടെ. report say whatever they അതിന്റെ want. മധ്യത്തിൽ സ്ട്രോങ് ആയി നിൽക്കാൻ In the പറ്റുമോ? midst of that, can we be strong? Hallelujah. Many people that I have seen or I have known is many people die out of fear, not because of the sickness. ആമേൻ. രോഗം കൊണ്ടല്ല പലരും മരിക്കുന്നത്, ആ രോഗത്തിന്റെ ഭയം കൊണ്ടാണ് പലരും മരിക്കുന്നത്. There were people who didn't know that they had cancer. ആമേൻ. ക്യാൻസർ ഉണ്ടെന്ന് പലരും അറിയാത്തവരുണ്ടായിരുന്നു. And without knowing they lived long. അറിയാത്തതുകൊണ്ട് അവർ കുറെ നാൾ ജീവിച്ചു. But the day they came to know, അവരറിഞ്ഞ ആ ദിവസം gone. പിന്നെ തീർന്നു. അന്ന് മുതൽ തിരിച്ച് കൗണ്ടിങ് തുടങ്ങി. From that day they began to count their days. 6 മാസം പറഞ്ഞു, 6 months, 3 മാസമായി, 3 months, 2 മാസമായി. 2 months. Definitely because of your mental strength and that lack of confidence, people die. ആമേൻ. മനുഷ്യർ ഇപ്രകാരം ഒരു ആത്മശക്തി ഇല്ലാത്തതുകൊണ്ട് അതിനൊരു നേരിടുവാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് മരിക്കുന്നു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. Oh, our Lord is a living God. Amen. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? വയ്യാഴി പറയാതെ അതിന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അതിജീവിക്കും. Oh, when sickness come, can you just tell by the name of Jesus I will overcome When the it? time come, I will go. Oh, when ആ സമയം വരുമ്പോൾ ഞാൻ പോകും. Yes, I am ready to go. ഞാൻ പോകുവാൻ But തയ്യാറാണ്. I will fight until that time. പക്ഷേ ആ ദിവസം വരെ ഞാൻ I യുദ്ധം will ചെയ്യും. fight until that ആ time. ദിവസം വരെ ഞാൻ Come on, നേരിടും. church. I will fight until that ആ time. സമയം വരെ ഞാൻ നേരിടും. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God?
എല്ലാ വാതിലും അടയട്ടെ. Even let every door be എല്ലാ shut. വാതിലും അടയട്ടെ. Let every door be shut. പ്രതീക്ഷകൾ നഷ്ടമാകട്ടെ. Let all your hopes പക്ഷേ become എന്നെ dim. നടത്തുന്ന ഒരു ദൈവമുണ്ട്. But there is a one who is ഈ leading me. ലോകത്തിലെ ക്ലോക്ക് അല്ല എന്റെ ക്ലോക്ക്. Amen. The worldly clock is not my ലോകം clock. പറയുന്ന സമയമല്ല എന്റെ സമയം. Amen. My time is not based on what the world എന്റെ says. സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. Oh, my times are in God's അതിന്റെ hands. അപ്പുറമൊന്നും നടക്കത്തില്ല. Nothing will happen അങ്ങനെ against it. വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ? How many of you believe in that? അങ്ങനെ How വിശ്വസിക്കുന്നവരുണ്ടോ? many of you are willing to believe in that? നമുക്കെല്ലാം അപ്പ് ടൈം ഉണ്ട്, അപ്പ് ടൈം ഉണ്ട്. Oh, we all have a good time. നമുക്കെല്ലാം ഡൗൺ ടൈം We ഉണ്ട്. all have down times. ഒരു മനുഷ്യനാണെങ്കിൽ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്. If you're a man, you have a high and a low time. ശുശ്രൂഷകന്മാർക്കും അപ്പ് ടൈം ഉണ്ട്, ഡൗൺ ടൈം ഉണ്ട്. Even ministers have high times and low പക്ഷെ times. നമ്മുടെ ദൈവം ജീവനുള്ള But ദൈവമാണ്. our God is a living God. ഏത് പ്രതികൂലം വന്നാലും No matter in any ധൈര്യത്തോടെ circumstance. നിൽക്കുവാൻ Amen. Be ഒരു confident. ആത്മാവെന്ന് പ്രാപിക്കാൻ പറ്റുമോ? Amen. Can we just receive the spirit of courage? കൊടുങ്കാറ്റിന് മധ്യത്തിൽ, Even in the midst of storm. തിരമാലകളുടെ മധ്യത്തിൽ Even in the midst of waves. ശക്തിയോടെ നിൽക്കുവാൻ കഴിവുള്ള, ശക്തിയോടെ നിർത്തുവാൻ കഴിവുള്ള Amen. The one who is able to ഈ ദൈവം withstand നമ്മുടെ you. ദൈവമത്രേ. Amen. He is the same God. നെഗറ്റീവ് ചിന്തകളോട് പറയാൻ പറ്റുമോ? Amen. Look onto negative എല്ലാ thoughts. നെഗറ്റീവ് തോട്ട്സ് മാറട്ടെ. Amen. Let every negative thoughts be Don't say gone. I cannot do. Amen. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് Don't പറയാതെ. say I cannot do. എനിക്ക് ചെയ്യാൻ പറ്റില്ല But എന്ന് say പറയാതെ. I can do എനിക്ക് ചെയ്യുവാൻ കഴിയും. everything എനിക്ക് സകലതും through one who strengthens me. എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം സകലത്തിലും എനിക്ക് സാധിക്കും. Philippians 4:13 says, ആമേൻ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 I can do all things ആമേൻ. സകലതും through Christ who strengthens എന്നെ me. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. Amen. ആമേൻ. ആൾക്കാർ പറയും ആമേൻ. The people will say, we are grasshopper. ആമേൻ, നമ്മൾ വെട്ടുക്കിളിയാണ്. ഓ നമ്മൾ വെട്ടിക്കളിയാ. Oh, we are just grasshoppers. But they don't know പക്ഷെ അവർക്കറിയുകയില്ല who stands with us. ആമേൻ, നമ്മളോടൊപ്പം നിൽക്കുന്ന ആരാണ്. നമ്മളോടൊപ്പം നിൽക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കാത്തത്. Oh, we need to understand who stands അങ്ങനെ with us. മനസ്സിലായോ ദൈവത്തെ സ്തോത്രം Those who ചെയ്തു. have few who have understood, can we just praise God? ദൈവാത്മാവിൽ ഒരു ദൂതും കൂടി പറയട്ടെ. Amen. Let me say one more thing in the spirit. മറ്റുള്ളവർക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കണമെന്നില്ല. Amen. What happened to others shouldn't happen. It's not അവർക്ക് necessary to പറ്റിയ happen to you. വീഴ്ച നിനക്ക് വീഴണമെന്നില്ല. Amen. It's not necessary that the fall that they had അത് will happen അവരുടെ to you. സംഭവമായിക്കോട്ടെ. Let it be their testimony. നിന്നെ ദൈവമാണ് നിർത്തിയത്. Amen. It is God who is നിന്റെ holding you. സ്റ്റോറി Your വ്യത്യസ്തമായ story സ്റ്റോറിയാണ്. is different from നമ്മുടെ others. സ്റ്റോറി ഡിഫറെന്റ് ആണ്. Our story is different. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? Our story is different. നമ്മുടെ ചരിത്രം വ്യത്യസ്തമാണ്. Amen. Amen. I want to speak to somebody here. Amen. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു In the പറയട്ടെ. name of Jesus. യേശുവിൻ നാമത്തിൽ Be healed. ആമേൻ. സൗഖ്യമാകുക. Be healed. സൗഖ്യം പ്രാപിക്കുക. Mentally. ആമേൻ. മാനസികമായി, Spiritually. ആത്മീകമായി, Emotionally. ആമേൻ, വൈകാരികമായി Be healed. സൗഖ്യം പ്രാപിക്കുക. I break every yokes of devil. സകല ശത്രുവിന്റെ നുകത്തെ I ഞാൻ break തകർക്കുന്നു. every yokes of devil. ശത്രുവിന്റെ സകല നുകത്തെയും തകർക്കുന്നു. Amen. ആമേൻ. Refuse to use any excuses. ഉപാധികൾ പറയുന്നത് വിട്ടുകളയുക. Don't use any excuses. ഒരു ഉപാധിയും പറയാതിരിക്കുക. Amen. ആമേൻ. You know, many times he could say that. ആമേൻ. കാലേബിന് ഇത് പറയാമായിരുന്നു. ഓ പണ്ടങ്ങാണ്ട് പറഞ്ഞാണെങ്കിൽ പിടിച്ചെടുക്കാൻ. Oh, if it was long back, I could have done something. വല്ല പണ്ട് പറയും ഇതൊക്കെ പണ്ടൊക്കെ ചെയ്യേണ്ടിയല്ല. I mean, this is something that I have done. long ഇനിയിപ്പോ back. എന്താ ചെയ്യാനാ? Now what can I do? 85-ാമത്തെ വയസ്സിൽ Now I'm 85. തന്റെ ഒരു എക്സ്ക്യൂസും താൻ പറഞ്ഞില്ല. He didn't say any of his excuse. ദൈവങ്ങളെ നമ്മുടെ എക്സ്ക്യൂസസ് എല്ലാം ഒന്ന് മാറ്റി I വെക്കാം. mean, can we just set aside all of our excuses? പാസ്റ്റർ ഈ കാര്യം പാസ്റ്റർ ഒരാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു. Pastor, if you have told this at least a week ഒരു before, മാസം മുമ്പ് പറഞ്ഞു. at least a month before. ഇപ്പൊ ഇനി എങ്ങനെയാ പാസ്റ്റർ? Oh, now what can I do? അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പ് ഒന്ന് പറയാൻ At least a month before. സ്പെഷ്യലി പണം ചോദിച്ചാൽ ഇത് തീർച്ചയായിട്ടും പറയാം. This is when you ask for money. തരാമായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു. I mean, I had it. കഴിഞ്ഞ ആഴ്ച ഞാൻ തീരുമാനമെടുത്തു. Last week, കഴിഞ്ഞ ആഴ്ച ഇട്ടേ ഉള്ളൂ. last week I changed. ഇവരെല്ലാം ഇത് പറയും. I mean, all people will say all that. നമുക്കൊരു കാര്യം പറയാം. But we can say something. അന്നും ഇന്നും. I mean, then and even today. നമ്മളെ കാണുന്ന ഒരു കാര്യം പറയാം. I mean, people who look at you ആ will say something. പുള്ളിയെ 20 വർഷം മുമ്പേ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. I mean, people, back in 20 years, how he was, same way. അന്നും ഈ പുള്ളി ഓടി നടന്ന് തലയും കുത്തി പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. I mean, back in the day, he used to jump up and down. Even today, he's doing നമ്മുടെ something. ലൈഫ് കണ്ടിട്ട് ആൾക്കാർ പറയണം he's the same that he was 45 years ago. I mean, looking into our life, people also should say, അന്ന് കണ്ടതുപോലെ ഇന്നുമുണ്ട്. Can I get a good amen? നല്ലൊരു ആമേൻ പറയാൻ കഴിയുമോ? Can I get a good amen? നല്ലൊരു ആമേൻ പറയാൻ നമ്മൾ കഴിയുമോ? എപ്രകാരം ഇറങ്ങി തിരിച്ചപ്പോഴുള്ള നമ്മുടെ ആ എരിവ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. I mean, the faith that we have within us, The it last should one, continue. and the last one, അവസാനമായി Caleb's conquest. ആമേൻ, കാലേബിന്റെ പിടിച്ചടക്ക്. You know 14 verse 13 and 14. ആമേൻ, 14-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, Come on, say it. Can we say it together? ചേർന്ന് നമുക്ക് പറയാം. And Joshua Blessed. blessed him and gave Hebron to Caleb and the son of Jephunneh as an inheritance. Hebron therefore became the inheritance of Caleb
and the son of Jephunneh the Kenizzite to this day, because he wholly followed the Lord God of Israel. മലയാളത്തിൽ വായിക്കാതെ. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. Now listen. ശ്രദ്ധിക്കുക. 45 വർഷം മുമ്പേ 45 years back. ജോഷുവയും കാലേബും ഒരുമിച്ച് നിന്നേ. Amen. Joshua and Caleb, they stood together. 85-ാമത്തെ വയസ്സിൽ Amen. At the age of 85, ജോഷുവ പാസ്റ്ററായി. Joshua became a pastor. ഇദ്ദേഹം അവിടെ നിൽക്കുക. Amen. Caleb is standing there. ജോഷുവയ്ക്ക് ഓർമ്മയുണ്ട്, Joshua remind, നമ്മൾ രണ്ടുപേരും കൂടി അന്ന് വന്ന് പറഞ്ഞതാ. oh, we both came together and ഇവന്മാരെല്ലാം said, നമ്മളെ വെട്ടുകിളിയാക്കിയതാ. all these people said we are like ഇന്ന് grasshoppers. വെയിറ്റ് ചെയ്തില്ല. Amen. He didn't wait for anymore. ഇവന്റെ വാക്കിന് മുമ്പിൽ അപ്പഴേ അനുഗ്രഹിച്ചു. Oh, before his word, Joshua blessed him. ഇന്നും ദൈവാത്മാ ഇവിടെ ഉണ്ട് കേട്ടോ. Oh, even that same spirit is here If you today. take a step, ഒരു ചുവട് നിങ്ങൾ വെക്കുമെങ്കിൽ, my God is there. Amen, എൻ്റെ ദൈവം അവിടെ Your ഉണ്ട്. possession is right there in front of you. Amen. നിങ്ങളുടെ പിടിച്ചെടുക്കുന്ന അവകാശം Your നിങ്ങളുടെ ചുറ്റും. Hebron is right there. നിങ്ങളുടെ ഹെബ്രോൺ അവിടെ തന്നെയുണ്ട്. Your Hebron is right there. നിങ്ങളുടെ ഹെബ്രോൺ അവിടെ തന്നെയുണ്ട്. God says this is your mountain. ആമേൻ. ദൈവം പറയുക ഇത് നിങ്ങളുടെ പർവ്വതമാണ്. You know, promises require possession. ആമേൻ. ചില വാഗ്ദത്തങ്ങൾ പിടിച്ചടക്കേണ്ടതാണ്. Can we get to that promise? ആമേൻ. ആ വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുമോ? Our mountain is right there. നമ്മുടെ പർവ്വതം അവിടെ തന്നെയുണ്ട്. How many of you can say, give me my mountain? ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ പർവ്വതം എനിക്ക് തന്നെ Give നൽകി me തരിക. my mountain. എൻ്റെ പർവ്വതം എനിക്ക് നൽകി തരിക. Today giants are over there. ആമേൻ. ഇന്ന് അവിടെ മല്ലന്മാരുണ്ട്. Today great giants are there. ഇന്ന് അവിടെ വലിയ But മല്ലന്മാരുണ്ട്. I know one thing. പക്ഷേ ഒരു കാര്യം My എനിക്കറിയാം. mountain doesn't belong to giants. പക്ഷേ എൻ്റെ പർവ്വതം മല്ലന്മാർക്കുള്ളതല്ല. My mountain belongs to me. എൻ്റെ പർവ്വതം എനിക്ക് എത്ര പേർക്കത് അവകാശമായുള്ളതാണ്. പറയാൻ പറ്റും? How many of you can say എന്റെ that? വാഗ്ദത്തം എനിക്ക് അവകാശം. Amen. My promises belongs to me. അതിനുമേൽ പിശാച് തന്റെ ആയുധങ്ങൾ ചലിപ്പിക്കാൻ പറ്റത്തില്ല. Oh, the devil cannot put his weapons over it. പിശാചിനെ ചെങ്കോലൊന്നും അവിടെ നടക്കത്തില്ലെന്നേ. Oh, he cannot place his weapons over it. നീതിമാന്മാരുടെ അവകാശത്തിൽ പിശാചിന് ഒരു തന്ത്രവും ചലിക്കത്തില്ല. Oh, over the possession of the righteous, the വിശ്വസിക്കുന്നവർ enemy സ്തോത്രം cannot ചെയ്യാൻ have any പറ്റുമോ? hold. വിശ്വസിക്കുന്നവർ How many of സ്തോത്രം you ചെയ്യാൻ can പറ്റുമോ? believe it? I want you to take this as a promise. Amen. ഇതൊരു വാഗ്ദത്തമായി സ്വീകരിക്കാൻ Take കഴിയുമോ? this as a promise. ഒരു വാഗ്ദത്തമായി സ്വീകരിക്കാൻ കഴിയുമോ? Caleb received that promise. ആമേൻ. കാലേബിന് ആ വാഗ്ദത്തം He ലഭിക്കുവാനിടയായി. got into that place. ആമേൻ. ആ വാഗ്ദത്ത ദേശത്തേക്ക് താൻ പ്രവേശിച്ചു. വിശ്വാസത്താൽ കണ്ടതുപോലെ. What he saw in his eyes of He faith. said, I will take that mountain ആമേൻ. ആ പർവ്വതം ഞാൻ പിടിച്ചെടുക്കും. and I will enjoy the milk and honey. ആമേൻ. അവിടുത്തെ തേനും പാലും ഞാൻ I ആസ്വദിക്കും. will enjoy it. ഞാൻ അത് ആസ്വദിക്കും. ദൈവം പറഞ്ഞ തേനും പാലും ശത്രു എൻജോയ് ചെയ്യാൻ അല്ലെന്നേ. Amen. What the milk and honey that God has promised is not for an enemy to വേറെ enjoy. ആൾക്കാർ എൻജോയ് ചെയ്യാൻ It is അല്ലെന്നേ. not for anybody else to enjoy. നിനക്കുള്ളത് നീ തന്നെ എൻജോയ് What ചെയ്യണം. is for you, you need to enjoy it. നിന്നെ അപഹരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും Every powers of darkness that is covering you up. നമ്മുടെ നന്മകളെ ചോർത്തി കളഞ്ഞ പിശാചിന് Amen. The തന്ത്രങ്ങൾ. enemy and the schemes that is How many fading of you away our can take a blessings. stand today? Amen. ഇന്ന് എത്ര പേർക്ക് ഒരു ചൂട് വെക്കുവാൻ കഴിയും? How many of you can take a stand എത്ര today? പേർക്ക് ഒരു ചൂട് വെക്കുവാൻ കഴിയും? Give me my mountain. എന്റെ പർവ്വതം എനിക്ക് നൽകി തരിക. Give me my mountain. എന്റെ പർവ്വതം എനിക്ക് നൽകി തരിക. I am not satisfied with manna. ആമേൻ. മന്ന കൊണ്ട് ഞാൻ തൃപ്തനാകുന്നില്ല. I am not satisfied with the water from the rock. ആമേൻ. പാറയിൽ നിന്നുള്ള വെള്ളത്തിൽ ഞാൻ സംതൃപ്തനാകുന്നില്ല. I want a real promise. എനിക്ക് ആ യഥാർത്ഥമായ വാഗ്ദത്തം That is വേണം. milk and honey. അത് തേനും പാലുമാണ്. Can somebody say amen to എത്ര this? പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? How many of you would like to do that? എത്ര പേർക്ക് അത് ചെയ്യുവാൻ Are you ആഗ്രഹമുണ്ട്? positive? ആമേൻ. നിങ്ങൾ പോസിറ്റീവ് ആണോ? Do you have that confidence? നിങ്ങൾക്ക് ആ ഒരു ഉറപ്പുണ്ടോ? Do you have that confidence? നിങ്ങൾക്ക് ആ ഒരു ധൈര്യം Do ഉറപ്പുണ്ടോ? you have that commitment? ആമേൻ. നിങ്ങൾക്ക് ആ Do സമർപ്പണമുണ്ടോ? you have that courage? ആമേൻ. നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ? Then the conquest is yours. എങ്കിൽ ആ പിടിച്ചടക്കൽ Can we all rise up നിങ്ങൾക്കുള്ളതാണ്. in the presence of the Lord? ആയിരിക്കുന്ന ദിവസത്തിൽ ഒന്ന് എഴുന്നേറ്റ് Our നിൽക്കാമോ? promises are yes and amen. ആമേൻ. നമുക്കുള്ള വാഗ്ദത്തങ്ങൾ ഊവെന്നത്രേ. I want you to take up today. ആമേൻ. ഇന്ന് നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക. Take up a decision. ആമേൻ. ഒരു തീരുമാനമെടുക്കുക. How many of you can say with me? എന്നോടൊപ്പം ചേർന്ന് പറയാൻ എത്ര പേർക്ക് Looking കഴിയും? into your promise. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നോക്കിക്കൊണ്ട് Give me my mountain. എന്റെ പർവ്വതം എനിക്ക് നൽകി Give തരിക. me my mountain. എന്റെ പർവ്വതം എനിക്ക് നൽകി Can I തരിക. get some hands over here? ആമേൻ. എത്ര കരങ്ങൾ അത് പറയുവാൻ How many of you ആഗ്രഹിക്കുന്നു? lift your hands? എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി Will you പറയുവാൻ speak ആഗ്രഹമുണ്ട്? this to your life? ആമേൻ. ഇത് നിങ്ങളുടെ ജീവിതത്തെ നോക്കി To your പ്രഖ്യാപിക്കുക. ministry? നിങ്ങളുടെ ശുശ്രൂഷ To your നോക്കിക്കൊണ്ട് blessings?